നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും ചേർന്ന് നിർമ്മിച്ച് ധനഞ്ജയൻ ശങ്കർ സംവിധാനം ചെയ്ത ദിലീപും മോഹൻലാലും ഒക്കെ അഭിനയിച്ച ഭ ഭ ബ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ധനഞ്ജയൻ ശങ്കർ സംവിധാനം ചെയ്ത ഭ ഭ ബ. എന്താണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര്? എന്താണ് ഈ പേരിൻ്റെ അർത്ഥം എന്നൊന്നും ചോദിക്കരുത്. ഭ ഭ ബ. ഒരുപക്ഷെ പ്രേക്ഷകരായ നമ്മളെ ആട്ടിയതാവാം. അങ്ങനെയാണല്ലോ. പ്രേക്ഷകരെ കളിയാക്കുന്ന, പ്രേക്ഷകരെ അപമാനിക്കുന്ന സിനിമകളാണല്ലോ ഇവിടെ ഇറങ്ങുന്നതിൽ ഭൂരിഭാഗവും. ഇങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പ്രേക്ഷകരെ ഇളിഭ്യരാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചലച്ചിത്രകാരന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ആളുകളുടെ ഒരു രീതി. ഇപ്പോൾ തല്ലുമാല എന്ന സിനിമ വന്നത് നമുക്കറിയാം. ഈ തല്ലുമാലയുടെ ട്രെയിലറിൽ നമ്മൾ കണ്ട ഒരു പാട്ട്, ആ പാട്ടൊക്കെ നല്ല രീതിയിൽ പോയ ഒരു പാട്ടാണ്. പക്ഷേ പടത്തിൽ ആ പാട്ടില്ല. അതാണ് നമ്മളെ ഇളിഭ്യരാക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ ആ പാട്ട് കാണാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയുമാണ് തിയേറ്ററിലേക്ക് കയറുന്നത്. സിനിമ എന്ന് പറയുന്നത് പാട്ടല്ല എന്നുള്ളത് വേറൊരു കാര്യം. നമ്മളവിടെ ഇളിഭ്യരാകുന്നു. ഇങ്ങനെ ഇളിഭ്യരാക്കുന്ന പരസ്യത്തിലൂടെ മാത്രമല്ല, അല്ലാതെയും സിനിമ കാണുന്ന സമയത്തും ഒക്കെ നമ്മളെ ഇളിഭ്യരാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. മലയാള സിനിമയുടെ മഹാനായ തിരക്കഥാകൃത്ത്, നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ ഉദയനാണ് താരം എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ്, ആസ്വദിച്ചതാണ്. സിനിമ നമ്മൾ ആസ്വദിച്ചതാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു രചനാരീതി എന്ന് പറയുന്നത് ഉള്ളിൽ തട്ടി ഉള്ള രചനയാണ് അദ്ദേഹമൊക്കെ നിർവഹിക്കുന്നത്. ഇപ്പോൾ ഈ MT ആണെങ്കിലും, ലോഹിതദാസ് ആണെങ്കിലും, ശ്രീനിവാസനാണെങ്കിലും, ഈ മൂന്ന് മഹാപ്രതിഭകൾ നമുക്ക് മലയാളത്തിനെ സമ്മാനിച്ച നിരവധി സിനിമകളെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ അവസരത്തിൽ ശ്രീനിവാസനെ അനുസ്മരിക്കാതിരിക്കാൻ തരമില്ല. കാരണം ഈ സിനിമയുടെ തിരക്കഥ അത്തരത്തിലുള്ളതാണ്, സംഭാഷണം അത്തരത്തിലുള്ളതാണ്. ഭ ഭ ബ എന്ന പേര് തന്നെ നമ്മെ കളിയാക്കുന്നതാണ്, നമ്മെ ആക്ഷേപിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ സിനിമയിൽ സന്ദേശമാണ് നമ്മളിവിടെ എല്ലാവരും എടുത്ത് പറയുന്നത്. കാരണം ഇതൊരു ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ ആണ് സന്ദേശം എന്ന സിനിമ, ശ്രീനിവാസനും സത്യനന്ദിക്കാടും ചേർന്ന് ഒരുക്കിയ സന്ദേശം എന്ന് പറയുന്ന സിനിമ. സന്ദേശത്തിലെ പല ഭാഗങ്ങളും ഇവിടെ ആളുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണിക്കാറുണ്ട്. പോളണ്ടിനെ പറ്റി സംസാരിക്കരുത്, പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്, പോളണ്ട് തൻ്റെ തറവാട്ട് വക സ്വത്താണോ എന്നൊക്കെ തിരിച്ച് അയാളുടെ അനുജനായിട്ട് ജയറാം എന്ന് പറയുന്നു ഒക്കെ ഉണ്ട്. നല്ല രസകരമായിട്ടുള്ള, നമ്മളിപ്പോഴും ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരി പൊട്ടുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് സന്ദേശം എന്ന ആ സിനിമ. ആ സിനിമയിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സമകാലികമായ ഏതൊരു കാലത്തും നമ്മുടെ കേരളത്തിൽ പ്രസക്തമായ ഒരു സിനിമ തന്നെയായിരുന്നു സന്ദേശം എന്ന ആ സിനിമ. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭ ഭ ബ എന്ന ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് യാതൊരു അർത്ഥവുമില്ലാത്ത ഒന്ന് തന്നെയാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണ്? KC ജോസഫ് എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ CK ജോസഫ് എന്ന് പറയുന്ന ആൾ, നമ്മുടെ സന്തോഷ് കൈകാര്യം ചെയ്ത ആ കഥാപാത്രം, ആ മുഖ്യമന്ത്രി കഥാപാത്രം
ആള് കഥാനായകന്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ ആ അമ്മയെ നോക്കി ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ മരിക്കാറായ അച്ഛനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഇയാൾ ചവിട്ടുന്നുണ്ട്. ഇയാൾ ഈ സഹായം ചോദിച്ചു ചെല്ലുന്ന ദിലീപിന്റെ കഥാപാത്രത്തെ, ആ കഥാപാത്രത്തിന് ഒരു പേര് പോലുമില്ല. ഇതാണ്, പേരിടാൻ പോലും ഉള്ള കഴിവില്ലാത്ത ആളുകളാണ് ഈ മലയാള സിനിമയിലെ പുത്തൻ കൂറ്റുകാർ എന്ന് എല്ലാവരും അടച്ചു പറയുന്നതല്ല. ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് നോറിൻ എന്ന് പറയുന്ന ആളൊക്കെയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. രണ്ടുപേർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നതും രണ്ടുപേർ ചേർന്നാണ്. നമുക്കറിയാവുന്നതുപോലെ ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും ചേർന്നാണ് ഈ സിനിമയ്ക്ക് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ഏതായാലും ധനഞ്ജയൻ ശങ്കർ എന്ന് പറയുന്നത് ഒരാളാണ്, അത് കുഴപ്പമില്ല. പക്ഷെ ഈ സിനിമയുടെ ഒരു ത്രെഡ്, ഒരു കാരണം, ആ കാരണം ശക്തമായിട്ടിരിക്കണം. ഇയാളിങ്ങനെ ഒരു മാഡായിട്ടുള്ള ഒരു മനുഷ്യനായി മാറാൻ, ഈ ദിലീപിന്റെ കഥാപാത്രം ഇങ്ങനെ മാഡായിട്ടുള്ള ഭ്രാന്തനായിട്ടുള്ള ഒരു മനുഷ്യനായി മാറാനുള്ള കാരണം ഇതാണ് പറയുന്നത്. ഇതെന്ത് തരം കാരണമാണ്? യാതൊരു തരത്തിലുള്ള ശക്തിയും ആ പറച്ചിലിന് ഇല്ലാതാണ്. നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അത് ശക്തമായിട്ട് പറയണമെങ്കിൽ ഉള്ളിൽ തട്ടി പറയണം. അപ്പോഴാണ് അതിന് ശക്തി ഉണ്ടാകുന്നത്. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. എന്തിനാണ് മോഹൻലാലിനെ കൊണ്ടുവരുന്നത്? മോഹൻലാലിനെ ഗസ്റ്റ് റോളിലൊക്കെ കൊണ്ടുവന്ന് ഓരോ ഡാൻസും കൂത്തും പാട്ടും ഒക്കെ നടത്തി മനുഷ്യനെ വെറുതെ ബോറടിപ്പിച്ചു എന്നുള്ളതല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. ഈ സിനിമയിൽ ആകെ എടുത്തു പറയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ദിലീപിന്റെ അഭിനയമാണ്. ദിലീപ് നല്ല നടനാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിലീപ് നല്ല നടനാണ്. ദിലീപിന് അദ്ദേഹത്തിന്റെ അഭിനയ ചാതുര്യം പല സിനിമകളിലും നമ്മൾ കണ്ടതാണ്. ഈ സിനിമയിലും ആ അഭിനയ ചാതുര്യം, ഒരു കഥാപാത്രത്തിന് ഒരു പേര് കൊടുക്കാൻ പോലും കഴിവില്ലാത്ത തിരക്കഥാകൃത്തുക്കളും സംവിധായകനും ഒക്കെ നിരന്ന് നിന്നിട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയ സ്പേസ് അദ്ദേഹം വിനിയോഗിച്ചു എന്ന് തന്നെയാണ് പറയാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മഹിയായിട്ട് വരുന്ന അദ്ദേഹം ബാലു വർഗീസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചു എന്നുള്ളതല്ലാതെ അത് വേറെ ഒന്നും ഒരു കാര്യവും ഇല്ല. പിന്നെ അശോകൻ വരുന്നുണ്ട്. പിന്നെ അമ്മയായിട്ട് വരുന്ന, മഹിയുടെ അമ്മയായിട്ട് വരുന്ന നടി, അവരൊക്കെ കുഴപ്പം. ആ നടി പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴ് സിനിമകളിലാണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കൊള്ളാവുന്ന അഭിനയം തന്നെ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ചലച്ചിത്ര ഛായാഗ്രഹണം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് ഈ സിനിമയ്ക്ക് പറ്റിയതാണ്. ഈ ചലച്ചിത്ര ഛായാഗ്രഹണത്തിനോ ഇനി ഡയറക്ഷന് പോലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ, ഇപ്പോൾ ആധുനിക കാലത്ത് ഡയറക്ഷൻ ഒരുപാട് സ്ട്രെയിനൊന്നും എടുക്കാത്ത രീതിയിൽ ചെയ്യാൻ പാകത്തിനുള്ള ടെക്നിക്കുകളും ടെക്നോളജിയൊക്കെ വളർന്നു വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ദിലീപിന്റെ ഈ കഥാപാത്രം ഒഴിച്ചാൽ വേറെ ഒന്നും തന്നെ ഈ സിനിമയിൽ നിന്നും നമുക്ക് പ്രേക്ഷകർക്ക് ആസ്വാദികരമായിട്ടൊന്നും തന്നെ ഈ സിനിമയ്ക്കകത്ത് ഇല്ല. ചലച്ചിത്ര ഛായാഗ്രഹണമുണ്ട്, നല്ല സംവിധാനമുണ്ട്, പക്ഷേ ഇതിനകത്തൊരു ത്രെഡ് ഇല്ലാതെ പോയി, ഒരു ഉൾക്കാമ്പ് ഇല്ലാതെ പോയി. അല്ലെങ്കിൽ ഒരു കാരണം, ഈ കഥാപാത്രം, ഈ ഭ്രാന്തനായിട്ടുള്ള ഈ കഥാപാത്രം, ഇയാൾക്ക് ഇങ്ങനെ ഭ്രാന്ത് വരാനായുള്ള കാരണം എന്താണ് എന്നുള്ളത് പറഞ്ഞെടുത്ത് ഈ സിനിമ പാളിപ്പോയി എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ മോഹൻലാലിനെ എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. മോഹൻലാലിൻ്റെ ഒരാവശ്യമില്ല. അവിടെ പുതിയൊരാളായിരുന്നു എങ്കിൽ, ഇപ്പോൾ എസ് ജെ സൂര്യ വരുന്നുണ്ടല്ലോ. എസ് ജെ സൂര്യയെ നമ്മൾ കാണുന്നത് ലോകയിലാണ് നമ്മൾ കാണുന്നത്. ലോകയിൽ സബ് ഇൻസ്പെക്ടർ, അതേ വേഷം തന്നെ ഇവിടെ ചെയ്തത്. ഇടയ്ക്ക് വെച്ച് ഈ എസ് ജെ സൂര്യ എവിടേക്കാണ് പോകുന്നത്? അതാണ് തിരക്കഥയിലെ പരാജയമാണ് ഇത് സംഭവിക്കുന്നത്. അത് സംവിധായകൻ അത് കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല. സംവിധായകൻ തിരക്കഥ വായിക്കുന്നില്ല. സംവിധായകന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കുറേ ഫൈറ്റ് സീനുകൾ ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തല്ലുമാല എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എന്താണ് ആദ്യം മുതൽ അവസാനം വരെ തല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു രസമുള്ളത്? ആരോഹണ അവരോഹണ ക്രമമാണ് കലയെ കലയാക്കുന്നത്. അതാണ് ബേസായിട്ടുള്ള കാര്യം. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോവുമായിരിക്കും നല്ലത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.